ഹലോ ഹലോ ഹലോ. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനങ്ങനെ പുറത്തൊന്നും പോകാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ പോകാത്തത് കൊണ്ട് എനിക്കങ്ങനെ വീഡിയോസൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് നിലവിൽ കാനഡയിലാണ്. കാനഡയിലെ വാൻകൂവർ എന്ന് പറഞ്ഞൊരു സിറ്റിയിലാണ് ഇപ്പോൾ ഷിപ്പ് നിലവിലുള്ളത്. അപ്പോൾ ജസ്റ്റ് എനിക്ക് ഒരു 2 മണിക്കൂർ പുറത്തിറങ്ങാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ വാൻകൂവർ സിറ്റിയിലേക്കിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം നമുക്ക് ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ക്യാബിന് ലോക്ക് ചെയ്യണം. ഓക്കെ, അങ്ങനെ ക്യാബിൻ ലോക്കായിട്ടുണ്ട്. ഇനി എനിക്ക് നേരെ ഡെക്ക് 5 വെച്ച് പിടിക്കണം. അവിടെയാണ് നമ്മുടെ ഗ്യാങ് വേ ഉള്ളത്. Sila lumugon ng magugupuro niya pintuan gawas pa sa patahan ako ibang buko wala man to. Hey. You going on? Yeah, no. Go outside. Wow, enjoy. Thank you. അതൊരു ഹോണ്ടുറാസ് ചേച്ചിയാട്ടാ വന്ന് കുശലം ചോദിച്ചതാണ്. ആ പുള്ളിക്കാരത്തി വെയിറ്ററാണ്, അസിസ്റ്റൻ്റ് വെയിറ്റർ. നമ്മൾ പോർട്ടിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ പോർട്ടിൽ ഷിപ്പ് എത്തിയപ്പോൾ തന്നെ നമുക്ക് എല്ലാ പോർട്ടിലും പോകുമ്പോഴത്തേക്കും സാധനങ്ങൾ എല്ലാ കോണിപ്പടികളും കയറി വേണം നമുക്ക് മേളിലെത്താൻ. താങ്ക് യു. ഇവിടെയാണ് നമ്മുടെ ഗ്യാങ് വേ ഉള്ളത്. ഇവിടെ നമ്മുടെ കാർഡ് കാണിക്കണം. ഗസ്റ്റ് പോയിട്ട് വേണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. സോ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗസ്റ്റ് എല്ലാം പുറത്ത് പോയിട്ട് ഗസ്റ്റ് എല്ലാം പുറത്ത് പോയിട്ട് തിരിച്ചു വരുവാണ്. പക്ഷെ നമ്മളല്ല ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒന്ന് പുറത്തിറങ്ങുന്നത്. ദൂരെ കാനഡയുടെ ഫ്ലാഗ് കാണാം. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോട്ടെ. അതാ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, കുറച്ച് നടക്കാനുണ്ട്. അയ്യോ, എന്തായാലും പോയി നോക്കിയിട്ട് വരാം. എന്താ അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാൻ. എന്തായാലും പോയിട്ട് അങ്ങോട്ട് മറ്റേ വാട്ടർ ഫ്ലൈറ്റ് കാണുന്നുണ്ടോയെന്ന് പറഞ്ഞു. ജസ്റ്റ് എന്നാലും ഞാൻ സൂം ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ നടന്നതേ കാനഡയുടെ വാതിലെത്തി. താങ്ക് യു ഫോർ വിസിറ്റിംഗ് കാനഡ പ്ലേസ്. ഓക്കെ,
പ്ലെയിൻ അത് ടേക്ക് ഓഫ് ചെയ്യുന്നു. അതങ്ങ് പോയി. ഇവിടെ ഞാൻ കുറേ ഇന്ത്യക്കാരെ കണ്ടായിരുന്നേ. മൊത്തം നമ്മുടെ പഞ്ചാബീസാണ്, എല്ലാം സിഖുകാരാണ്. മറ്റേ തലയിൽ കെട്ടൊക്കെ കെട്ടി കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. ഒരു ഞാൻ കണ്ട ആൾക്കാരിലൊരു 30% ആൾക്കാരും ഈ സിഖുകാരാണ്. നമ്മുടെ US അമേരിക്കയിലുള്ള ആൾക്കാർ, അമേരിക്കൻ എംബസി സിഖുകാർക്ക് അങ്ങനെ വിസ കൊടുക്കാറില്ല. കാരണം ഞാൻ എംബസിയിൽ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാൻ കണ്ടായിരുന്നു പഞ്ചാബീസിനെ റിജക്റ്റ് ചെയ്ത് അവർ വിടുകയായിരുന്നു. എന്താണ് കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോയ സമയത്താണെങ്കിൽ ഒരു 10-15 പഞ്ചാബീസ് വന്നിട്ടുണ്ട്. അന്ന് അവർക്കെല്ലാം ഒരു 2 പേർക്ക് അങ്ങോട്ടോ കിട്ടി. ബാക്കിയുള്ള ആരെല്ലാം അവർ റിജക്റ്റ് ചെയ്ത് വിടുകയായിരുന്നു. എന്താ കാര്യമൊന്നും അറിയില്ല. എന്താ ഇവിടുത്തെ ഒരു സംഭവം കാണിച്ചാൽ വഴിയിലൊരു ചേട്ടൻ നിന്ന് പാട്ട് പാടുന്നു. Somewhere out there, somewhere far away. I want you back. Yeah, I want you back. My neighbors think I'm crazy, but they don't understand. You're all I have. Yeah, you're all I have. അവിടെ ഇലക്ട്രിക് സൈക്കിളല്ലേ, സ്കൂട്ടറാണ്, റെൻറ്റിന് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് റെൻറ്റിന് എടുക്കാം. ഞാൻ നോക്കട്ടെ അതിൻ്റെ റെൻറ്റ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കട്ടെ. എടുക്കാൻ പറ്റുവാണെങ്കിൽ അതൊന്ന് റെൻറ്റ് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ജസ്റ്റ് അതിന് മുന്നേ നമുക്ക് ഒന്ന് ക്രോസ് ചെയ്യണം ട്രാഫിക്ക്. ജസ്റ്റ് മിനിറ്റ്. ഇത് ഓൺലൈൻ ഊബറിൻ്റെയാണ് പരിപാടി. പക്ഷേ ഇതെങ്ങനെ എടുക്കുക? ഇവിടെ പൈസ ഇട്ടാണ് എടുക്കാറ്. ബേബി ഈ നമ്പറിൽ വിളിക്കുക അങ്ങനെ ചെയ്യണം. അതോ ഇവിടെ പൈസ ഇടുന്നതാണോ? ഇവിടത്തില്ല, ടെമ്പററി ഇടണോ? ഡേ ഹസ്കി ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു. അമ്മ പണ്ട് ജോലിക്ക് പോയ സമയത്ത് എന്നോട് അമേരിക്കയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയ്ക്കറിയാവുന്ന ആൾക്കാരൊക്കെ അമേരിക്കയിൽ വർക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ
പോയിട്ടുള്ള കഥകൾ അമ്മയെടുത്ത് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നോട് വന്ന് പറയും. എന്നോട് വന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ അമേരിക്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് ഞാനത് മനസ്സിൽ കൊണ്ട് നടന്ന് എന്നെങ്കിലും എനിക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. പിന്നെ അതെൻ്റെ കുട്ടിക്കാലത്ത്. പിന്നീട് എനിക്ക് എൻ്റെ പക്വത പിന്നെ എൻ്റെ ഓർമ്മയും എല്ലാം ഓർമ്മയുറച്ച സമയത്ത് അമേരിക്കയിൽ പോകാൻ പറ്റും എന്ന് എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു. കാരണം ഇത്രയും വലിയൊരു രാജ്യത്ത് എങ്ങനെ പോവാം, അല്ലെങ്കിൽ എങ്ങനെ അവിടെ ചെല്ലാം എന്നൊക്കെ എനിക്കൊരു മനസ്സിൽ ഇതുണ്ടായിരുന്നു. നമുക്ക് എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല അമേരിക്കയിൽ പോകാൻ. വെറുതെ ഇരുന്ന് സ്വപ്നം കാണാം, അല്ലെങ്കിൽ ടി വിയിലും ഫോണിലും യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ട് അമേരിക്ക അങ്ങനെ കാണാം, അല്ലെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറിൻ്റെ സഞ്ചാരം പരിപാടിയിലൂടെ അങ്ങനെയൊക്കെ അമേരിക്കയെ കാണാം. അത്രയും നാളും അങ്ങനെയൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാനിവിടെ എത്തിപ്പെടുമെന്ന്. ഇപ്പോൾ ഈ വാൻകൂവർ എന്ന് പറയുന്നത് അമേരിക്കയുടെ കാനഡയുടെ ബോർഡറാണ്. കാലം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, കാലം ഇന്ന് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. എന്താ പറയുക, ഒരു വലിയൊരു സ്വപ്നം കണ്ടത് അത് യാഥാർത്ഥ്യമായി. 2020 ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2020 തൊട്ട് ഞാൻ ക്രൂയിസ് ഷിപ്പിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. 2025 ആയപ്പോഴാണ് അത് എനിക്ക് എയിം ചെയ്ത് അതിൽ കയറാൻ പറ്റിയത്. അപ്പോൾ 5 വർഷം വേണ്ടി ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. അതും 5 വർഷം കാത്തിരുന്നത് മാത്രമല്ല, ഞാൻ വിചാരിച്ച എൻ്റെ സ്വപ്ന രാജ്യത്ത് തന്നെ ഞാൻ തിരിച്ചെത്തി. അതിലെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ദൂരമൊന്നും പോകുന്നില്ല, കാരണം വഴിതെറ്റി പോകണ്ട, കൂടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് മുന്നേ കൊളംബിയയിൽ ഇങ്ങനെ ഞാൻ ഇറങ്ങി നടന്ന് ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നടന്ന് ഞാൻ ഒരു അന്തവും കുന്തവും ഇല്ലാതെ നടന്നു. തിരിച്ചെനിക്ക് വഴി അറിഞ്ഞൂടാ, കാരണം ഷിപ്പിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ഷിപ്പ് എടുക്കും. ആരെയും കാത്ത് ഷിപ്പ് നിൽക്കില്ല, ഗസ്റ്റ് ആയിരുന്നാലും ക്രൂ ആയിരുന്നാലും. അതുകൊണ്ട് തിരിച്ച് പോകണം, തിരിച്ചിറക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്ന് ഗ്രാബ് എടുത്ത് കറങ്ങണം, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഇലക്ട്രിക് സ്കൂട്ടറിൽ അതൊക്കെ എടുത്തൊന്ന് കറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അതിലൊരു നമ്പരോ എല്ലാം ലോക്കഡാണ്. നമ്മൾ പണ്ട് സൈക്കിളിൽ ലോക്ക് ഇടില്ലേ, അതുപോലെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതിന് വിളിക്കാനുള്ള കോൺടാക്റ്റ് നമ്പറോ അല്ലെങ്കിൽ അതിൽ നമുക്ക് പൈസ ഇടുന്നതിനുള്ള ഒരു പരിപാടി അതിനകത്ത് കാണുന്നില്ല. അതുകൊണ്ട് ആ പരിപാടി എന്താ പറയുക, ചുരുക്കി പറഞ്ഞാൽ മൂഞ്ചലായി. അതുകൊണ്ട് തിരിച്ചിങ്ങനെ നടക്കണം. പിന്നെ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഈ ബോർഡറിൽ ഞാൻ നോക്കി, ഇവിടെ നോക്കി കയറി ഫുഡ് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. വേറൊരു കാര്യമാണ് ഞാൻ പറയാം. ഞാൻ നാട്ടിൽ നിന്ന് വരാൻ സമയത്ത് 79 കിലോ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ നിലവിലെ തൂക്കം അല്ലെങ്കിൽ വെയിറ്റ് 65. അപ്പോൾ അത്രയും കുറഞ്ഞു. കാരണം നമുക്കത് ഫുഡ് പിടിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കയറി ഫുഡ് കഴിക്കാൻ പോയി. പക്ഷേ പിന്നെ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എല്ലാം യുവമാരുടെ ഐറ്റംസ് ആയിരിക്കും. കുഴപ്പമില്ല, നമ്മൾ കണ്ടുപിടിക്കാം. ഇവിടുത്തെ ബിൽഡിങ്ങുകളുണ്ടോ, കാണാൻ അടിപൊളിയല്ലേ? ഫ്ലാറ്റാണോ ഓഫീസ്